ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അപ്ഡേഷനാണ്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിന് കുറച്ച് അസുഖങ്ങളൊക്കെ ബാധിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് റെമഡീസൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതും അതുതന്നെയാണ്. എങ്കിലും ഈ ഒരു ജൂലൈ മാസം പകുതി ആയപ്പോഴത്തേക്ക് കുറച്ച് ഫ്ലവറിംഗ് ഒക്കെ വന്നു. എങ്കിലും നമ്മുടെ മലേഷ്യൻ റെഡും അതുപോലെ വിയറ്റ്നാം ഏർലി വൈറ്റും ഒക്കെ നല്ലപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ രോഗങ്ങൾ തന്നെയാണ് ഈ വീഡിയോയുടെയും പ്രധാന കാമ്പെന്ന് പറയുന്നത്. കാരണം ഈ ഇത് കണ്ടോ, ഇത് കൊളംബിയൻ യെല്ലോ പെലോറയാണ്. യെല്ലോ പെലോറ മഞ്ഞ ഫ്രൂട്ടാണ്. അതുപോലെ ഇത് മലേഷ്യൻ ബ്യൂട്ടിയുമാണ്. ഇതിൻ്റെ തണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു വ്യത്യാസം. ഉണ്ടോ, ഇത് മലേഷ്യൻ ബ്യൂട്ടിയുടെ തണ്ടാണ്. അതുപോലെ ഇത് കുറച്ചുകൂടെ മുള്ളുണ്ട്, ഭയങ്കര ഹാർഡാണ്. ഇത് യെല്ലോ പലോറയാണ്. അപ്പോൾ ഇത് രണ്ടും ആണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം എല്ലാ രോഗങ്ങൾക്കും ഈ തരത്തിലുള്ള തണ്ട് ചീയൽ ഉള്ള രോഗങ്ങൾ പ്രധാനമായിട്ടും ആദ്യം കണ്ടുവരുന്ന ഈ ചെടികളിലാണ്. ഇതിന് ഒട്ടും പ്രതിരോധശേഷിയില്ലാത്ത രണ്ട് ചെടിയാണ്. നമ്മളുടെ ഈ ക്ലൈമറ്റിന് ഒരിക്കലും യോജിക്കുന്നില്ല. താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഗ്രൗണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഷൻ, കെമിക്കലായിട്ടുള്ള കീടനാശിനികളൊക്കെ തെളിച്ച് ചിലപ്പോൾ ഒരു പരിധിവരെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ഒരിക്കൽ പോലും കെമിക്കലായിട്ടുള്ള ഒരു മരുന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ച ആകെ ട്രൈക്കോഡമയാണ്, അതുപോലെ സ്യൂഡോമോണസും, പിന്നെ കോപ്രോക്സി ക്ലോറൈഡ്, അതായത് തുരിശും ചുണ്ണാമ്പും മിക്സ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ ട്രെഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രൈക്കോഡമ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ ഇത് നമ്മൾ ഇലയിൽ ഇതും തുരിശും ചുണ്ണാമ്പൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 15-20 ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതായിരുന്നു ആകെ ഞാൻ ചെയ്യുന്ന റെമഡീസ്. പക്ഷേ എങ്കിൽ പോലും ഈ ചീയൽ, തണ്ട് ചീയൽ, ഇത് നിങ്ങൾക്ക് കാണാം, എല്ലാത്തിനും അത് നല്ല വ്യാപകമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തണ്ട് ചീയൽ വളരെ ഒരു പ്രശ്നമാണ്. ഇത് ഈ രണ്ട് പ്ലാന്റ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഇത്രയും രോഗങ്ങൾ. കാരണം മലേഷ്യ റെഡിനും അതുപോലെ വിയറ്റ്നാം ഏർലിക്കും ഒക്കെ ഈ ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈ ചെടി രണ്ടും ഞാൻ ഒഴിവാക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള ചെടികളൊക്കെ ഇത് കണ്ട, ഇതൊക്കെ ഇപ്പം വെച്ച മലേഷ്യ റെഡൊക്കെയാണ്, കംബോഡിയൻ റെഡും മലേഷ്യ റെഡും ഒക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത്. കാരണം ഇതിന് പോലും ഈ രോഗങ്ങളിങ്ങനെ പഴുത്ത് തണ്ട് ചീയൽ വന്നിട്ടുണ്ട്, കണ്ട. അപ്പോൾ ഇതൊക്കെ നല്ല പ്രതിരോധശേഷിയുള്ള ചെടികളാണ്. പക്ഷേ ഇതിനെല്ലാം ഇത്തരത്തിലുള്ള തണ്ട് ചീയൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കുകയാണ്, വെട്ടിക്കളയാണ് എനിക്ക്. കാരണം ഇത് വെച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ രോഗങ്ങൾ വരാൻ കാരണം. അതുപോലെ എല്ലാ മാസവും ഈ പറഞ്ഞ സ്യൂഡോമോണസും ട്രൈക്കോഡമയും കൃത്യമായിട്ട് നമ്മൾ ചെടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ തരത്തിലുള്ള രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒഴിവാക്കുന്ന മറ്റൊരു പ്ലാന്റ് അമേരിക്കൻ ബ്യൂട്ടിയാണ്. അമേരിക്കൻ ബ്യൂട്ടി പൂത്തിട്ടുണ്ട്, കായ പിടിച്ചിട്ടുണ്ട്. കായലും ഈ പറഞ്ഞ ചെറിയ ഡോട്ടുണ്ട്, ഈ കോപ്പർ പോലത്തെ ചെറിയ കരിഞ്ഞ ഡോട്ടുകൾ, ചുവന്ന ഡോട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് യെല്ലോ പലോറയിലും ഫ്രൂട്ട് പിടിച്ച് അത് ഇത്തരത്തിൽ അളിഞ്ഞുപോയി. പഴുത്തതായിരുന്നു, മഞ്ഞ കളറുള്ള നല്ല മധുരമുള്ള ഫ്ലഷാണ്. ഏറ്റവും കൂടുതൽ ബ്രിക്സ് വാലിയുള്ള ഒരു ഒരു പഴമാണിത്. പക്ഷേ നമ്മുടെ ക്ലൈമറ്റിന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചെങ്ങന്നൂരിലും തിരുവല്ലയിലൊക്കെ കുറേ പേര് ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നന്നായി കെമിക്കൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. കെമിക്കൽ ഇതിനകത്ത് കീടനാശിനി കൃത്യമായിട്ട് ആഴ്ചകളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാറ്റാടി മരമായിരുന്നു. കാറ്റാടി മരത്തിലായിരുന്നു ഞാനിത് പ്ലാന്റ് ചെയ്തത്. അത് പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുകയാണ്. ഈ രണ്ട് പ്ലാന്റ് ഭയങ്കര ഡേഞ്ചർ പ്ലാന്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഇതിനെ ബാധിക്കുകയും ഈ അസുഖങ്ങളൊക്കെ മറ്റ് പ്ലാന്റുകളിലേക്ക് ഇത് പടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലൊരു പ്ലാന്റാണ്.
ഇത് നല്ല വളമാണ്, തെങ്ങിനൊക്കെ വെട്ടിയിട്ട് കൊടുക്കാമെങ്കിൽ നല്ല വളമാണ്. മുള്ള് ഭയങ്കര കൂടുതലാണ്, ഒരു സാധാരണ പ്ലാന്റ് റൂട്ടല്ല. അതുപോലെ ഇത് ഒറിഗാനോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രോസ് പോളിനേഷൻ ആവശ്യമുള്ള ഒരു പ്ലാന്റാണിത്. നന്നായി ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ മലേഷ്യൻ റെഡ് പൂത്തപ്പോൾ അതിൻ്റെ പൂമ്പൊടി ഞാൻ ഇതിലേക്ക് പോളിനേഷൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇത് ഫ്രൂട്ട് ആകുന്നത്. അല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകും പൂത്താലും. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിന് പോലും രോഗങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ കംബോഡിയൻ റെഡാണ്. ഇത് നല്ല പ്രതിരോധ ശേഷിയുള്ളതാണ്. പക്ഷേ ഇതിനും ഒക്കെ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഒരു മലേഷ്യൻ റെഡും ഉണ്ട്. ഇത് മലേഷ്യൻ റെഡാണ്. ഇത് ഒഴിവാക്കുകയാണ്. ഇതിനും നന്നായി രോഗം വന്നിട്ടുണ്ട്. ഇത് മലേഷ്യ റെഡാണ്. ഇത്തരത്തിലുള്ള തണ്ട് ചീയൽ ബാധിച്ച് അതും ഒഴിവാക്കുകയാണ്. കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ രോഗം ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കൻ ബ്യൂട്ടിയും അതുപോലെ യെല്ലോ പെലറയും ഒഴിവാക്കിയത്. മലേഷ്യ റെഡിന് രോഗം ബാധിച്ചപ്പോൾ അതും കൂടെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. എല്ലാം പൂത്തതും ഫ്രൂട്ട് പിടിച്ചതുമായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടെറസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ദയവായി ഒഴിവാക്കാൻ ശ്രമിക്കുക.